റമളാൻ സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ഏരിയയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ്. ഇത് ജനപ്രിയവും മധുരവും ക്രിസ്പിയുമായ ഒരു ചായ സമയ ലഘുഭക്ഷണമാണ്. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോടൻ ഉന്നക്കായ രാജകീയമായി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഏത്തപ്പഴം, അത് അധികം പഴുത്ത പഴം എടുക്കരുത്. ഇതുപോലെയുള്ള പഴം എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നേന്ത്രപ്പഴം ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. വെന്ത് വന്ന നേന്ത്രപ്പഴം നമുക്ക് തൊലി കളഞ്ഞൊരു ബൗളിലോട്ട് ചേർക്കാം. നേന്ത്രപ്പഴം നടുകെ കീറിയിട്ട് അതിൻ്റെ കരു ഒന്ന് മാറ്റിയെടുക്കാം. ഇത് നന്നായി ചതച്ച് മൃദുവായ മാവ് പോലെയാക്കിയെടുക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ജീവിതത്തിൽ വിഷമം ചതച്ചാൽ സന്തോഷം കിട്ടും പോലെ അതൊരനുഭവം തന്നെയാണ് വിഷമം സംഭവിച്ചാൽ സന്തോഷം കിട്ടും എന്നുള്ളത്. അടുത്ത പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു പാനിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഉരുകി വന്നതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് മുന്തിരിയും ചേർത്ത് മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോൾ 1.5 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി, അധികം വറുത്തെടുക്കേണ്ടതില്ല. ചൂടായി വന്ന തേങ്ങയിലേക്ക് ഒരു 5 ഈത്തപ്പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം കൂടി അതിലേക്ക് ചേർക്കുമ്പോൾ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർക്കുമ്പോഴാണ് ഈ പലഹാരത്തിന് സുഗന്ധവും രുചിയും ഒക്കെ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഉന്നക്കായയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഏലക്കാപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് പഞ്ചസാരയാണ് എടുത്തത്. അധികം മധുരം ചേർക്കേണ്ടതില്ല. പഴവും മുന്തിരിയും ഈത്തപ്പഴവും എല്ലാം മധുരമുള്ളതായതുകൊണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം ചൂടാക്കേണ്ടതില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ രാജകീയമായ ഉന്നക്കായ തയ്യാറാക്കിയെടുക്കുന്നത്. മൃദുവായി കുഴച്ചെടുത്ത നമ്മുടെ പഴത്തിൻ്റെ മാവ് ചെറിയ ഉരുളകളാക്കി നമ്മുടെ കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത മാവിലേക്ക് തേങ്ങാക്കൂട്ട് വെച്ച് കൊടുത്ത് 2 സൈഡും ചേർത്ത് വെച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒരു ഉന്നക്കായ പോലെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉന്നക്കായ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്തൊരേകാലേ ഉന്നക്കായ കാണാൻ. അതുപോലെ നല്ല രുചിയുമാണ് കേട്ടോ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. ഒരു ഭാഗം ഒന്ന് കളർ മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ലൊരു കളറായി വരുമ്പോൾ നമുക്ക് അതിൽ നിന്നും കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊന്നും കുടിക്കാത്തൊരു പലഹാരമാണ്. നല്ല ടേസ്റ്റുമാണിത് കഴിക്കാൻ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.